കേരളം കണ്ട ഏറ്റവും ക്രിമിനൽ ക്രൂരമായ കൊലപാതകത്തിന് ഈ വടകരയിലെ ജനങ്ങൾക്ക് മറ്റാരെക്കാളും അറിയാം. മനുഷ്യന് നിരക്കാത്ത ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിന് ഇഷ്ടപ്പെട്ട ജയില് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുക. ആ കൊടും ക്രിമിനലിനും സംഘത്തിനും ഇഷ്ടപ്പെട്ട പരോളുകൾ ഈ ഗവൺമെന്റ് അനുവദിച്ചു കിടക്കുക. അവർ ഉള്ളിലാണോ പുറത്താണോ കൂടുതലെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സംശയം വരുന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൊടിസുനിക്ക് പരോള് കൊടുക്കുന്നതും പോരാ, ഇനി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോ പിണറായി വിജയന്റെ പോലീസ് വണ്ടി നിർത്തിക്കൊടുക്കുക. എന്നിട്ട് കാറിന്റെ മേലെ പ്ലേറ്റിൽ ചിക്കനും കയ്യിൽ സ്മോളും. ഈ കൊടും കൊലപാതക കൃത്യത്തിന് നേതൃത്വം നൽകിയ ക്രിമിനലുകൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം വീശാൻ, ടച്ചിങ്സും അവിടെ കൂടെ സാധനങ്ങളും വെച്ച് കഴിക്കാനും കേരളത്തിലെ പോലീസ് കൂട്ടുനിൽക്കുമ്പോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് കൊടിസുനിമാരാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ട് മനസ്സിലാവുക. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാൻ ജയിലിലിടുമ്പോ ജയിലിനകത്ത് നിന്ന് അവൻ വേറെ കുറ്റം ചെയ്യുന്നു. കൊട്ടേഷൻ എടുക്കുക, ജയിലിനകത്ത് ഫോൺ വിളിച്ചിട്ട് പുറത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തുക, ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ കൊട്ടേഷൻ എടുക്കുക, സ്വർണ്ണക്കച്ചവടം നടത്തുക, സ്വർണ്ണ തട്ടിപ്പ് നടത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ കേരളത്തിൽ അനുമതി കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇതിനൊക്കെ അനുമതി കൊടുത്തിട്ട് അനങ്ങാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തിരുന്നിട്ട് കേരളത്തിന്റെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് മാത്രമേ താങ്കളുടെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പിണറായി വിജയനോട് പറയാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെയൊക്കെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കും. ഇപ്പൊ ഇവിടെ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ ഉണ്ടായതിന്റെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടത്. ആളുകൾക്ക് പരാതി കൊടുക്കാൻ പോവാൻ പോലും പേടിയാ. കാരണം കൊടുക്കാൻ പോയവന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പറയുന്നുണ്ട്. കൊടുത്തവന്റെ കാര്യം പോട്ടെ, ഒരു CCTV ദൃശ്യം ചോദിച്ചിട്ട് 5 വർഷമായിട്ട് വിവരാവകാശം ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ ബ്ലോക്ക് പോസ്റ്ററിന്റെ അതിന്റെ വിവരം കിട്ടാതിരിക്കുക. 5 വർഷമായിട്ട് ഒരുമാനട്ട അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള ആർജവം ഉണ്ടാവും. ഇതൊന്ന് ഇപ്പോഴും അവർക്ക് സസ്പെൻഷൻ, ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ സസ്പെൻഷൻ അതൊരു താൽക്കാലികം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അവരെ പിരിച്ചുവിടാതെ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോവാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു നടപടിയായിട്ട് ആരും കരുതണ്ട, തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുന്നതാണ്. എന്നിട്ട് സമയമാകുമ്പോ അവരെ തിരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി തിരിച്ചെടുക്കാനുള്ള സമയം ഈ ഗവൺമെന്റിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളത് അതും കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ കുത്തഴിഞ്ഞ സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസിംഗ് മാറിയിരിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ബാബുവേട്ടന്റെ വീട്ടിലേക്ക് ബോംബുണ്ട്. എവിടെ? അത് മണിയൂരിൽ. മണിയൂരിൽ ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥർ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് ഈ നിമിഷം വരെ ആ ബോംബെറിഞ്ഞവരിൽ കേസെടുത്തതാ ഇപ്പൊ പിടിക്കും, ഞങ്ങൾ ഇപ്പൊ അകത്തിടുന്ന് പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോടും പറയുന്നു, ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് അതിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും ആരാണെന്ന് കണ്ടെത്താനോ പിടിക്കാനോ അതല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് മിണ്ടാതിരിക്കാനോ ആണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. RMP നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. അതെവിടെയായിരുന്നു? RMP നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ഞാൻ ആ വീട്ടിൽ പോയി. ചെറിയ കുഞ്ഞ് കിടന്നുറങ്ങുന്ന കട്ടിലേക്കാണ് ജനലും കിടന്നിട്ട് ഈ ചില്ല് വന്ന് പൊട്ടിയവരെറിഞ്ഞ് ഇത് പൊട്ടിയിട്ട് അവിടെ ഉണ്ടായത്. ചെറിയ കുഞ്ഞ് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇതുവരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ പോലീസിന്റെ പണി?